എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യോഗയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഓർമ്മ വന്നത്. നിങ്ങൾക്കും ഒരു ചെറിയൊരു വ്യായാമം കാണിച്ചു തരാണ്. എന്നുവെച്ചാൽ ഞാനെപ്പോഴും രാവിലെ 6:30 തൊട്ടിട്ട് 7:45 വരെ യോഗ ചെയ്യുന്നുണ്ട്. അത് കുറേ വർഷമായി ചെയ്യുന്നത്. 2021 മുതൽ ചെയ്യുന്നുണ്ട്. അത് രാവിലെ ലൈവായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതേ യോഗ തന്നെ രാത്രി 8:30 തൊട്ടിട്ടും ഉണ്ട്. ഞാൻ രാവിലെ എപ്പോഴും കയറും. രാവിലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ഇത് ഞാൻ 5 മണിക്ക് എണീക്കും. ആരും അങ്ങനെ എണീക്കുന്നതൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ. എന്നാലും ഉണ്ടാവേ, ചിലവരെല്ലാം എണീക്കും. ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. എന്നാൽ ചിലവർക്കൊക്കെ വെറും മടിയായിരിക്കും എണീക്കാൻ വേണ്ടിയിട്ട്. നമ്മളാ മടിയൊന്നും വിചാരിക്കേണ്ട. നമ്മളെ ബോഡിയാണ്, നമ്മൾ തന്നെ സംരക്ഷിക്കണം. വേറെ ആരും അതിന് സഹായിക്കാനൊന്നും വരില്ല. നമ്മൾ പണിയെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ നമ്മളെ ബോഡി തന്നെ നശിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളിൽ ഇപ്പം വ്യത്യസ്ത രീതികളാണ്. നമ്മളെ കുട്ടിക്കാലത്തൊന്നും കഴിച്ച സാധനങ്ങളൊന്നുമല്ല ഇപ്പോഴത്തെ മക്കളൊന്നും കഴിക്കുന്നത്. നമ്മൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഇങ്ങനെ ബേക്കറി സാധനങ്ങളോ എണ്ണക്കടികളോ ഒന്നും കഴിക്കില്ല. എണ്ണക്കടി എന്ന് പറഞ്ഞാൽ ഒരു ഓണത്തിനും വിഷുവിനും ഒരു ഉണ്ണിയപ്പം ചുടുന്നതാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ ആവിയിൽ വന്ന സാധനങ്ങൾ നമ്മൾ നല്ലോണം കഴിക്കലുണ്ട്. അട അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ നല്ലോണം കഴിക്കലുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്നത് കപ്പ, മധുരക്കിഴങ്ങ്, ചേമ്പ്, കടല പൊങ്ങിച്ചത്, പയറ് പൊങ്ങിച്ചത്, മുതിര, ഉഴുന്ന് ഈ തൊലിയോടെ ഉഴുന്നില്ലേ, അതെല്ലാം നമ്മൾ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന കുട്ടിക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണം. ഇപ്പോൾ ആർക്കും അത് പറ്റുക? പക്ഷെ നമ്മളാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ. ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ അത് കഴിക്കാത്തത്. നമ്മൾ ഇതേപോലെ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നാൽ അവർ കഴിക്കട്ടായിരുന്നു. ഇപ്പം നമുക്ക് തന്നെ എന്ത് വേണോ, ഫാസ്റ്റ് ഫുഡ് വേണം. പിന്നെ നമ്മളെന്താ ചെയ്യുക? പക്ഷേ കഴിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. കഴിക്കണം, കുട്ടികൾക്കും ആഗ്രഹങ്ങളുണ്ടാവും. എവിടെയെങ്കിലും പോയിട്ട് വേറെ കുട്ടികളെല്ലാം പറയും അവർക്കും തിന്നണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അത് എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. എപ്പോഴും അതന്നെ വാങ്ങിച്ചു കൊടുക്കണ്ട. ഇപ്പം വീട്ടിൽ തന്നെ വെക്കാൻ മടിയിൽ കൂട്ടുന്ന ചെയ്യുന്ന ഓർഡർ ചെയ്യുന്ന ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഇനിയുള്ള തലമുറകളുടെ അവസ്ഥകളാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിതാകുന്നില്ല. നമുക്ക് ചെറിയൊരു വ്യായാമം നോക്കാം. എന്നുവെച്ചാൽ ഇതേപോലെ നമ്മൾ ഇരിക്കാൻ തന്നെ നമുക്ക് കഴിയുന്ന ദൈവത്തിനോടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പറയാം അല്ലേ. പിന്നെ നമ്മൾ എല്ലാവർക്കും വയറ് ഇങ്ങനെ ചാടിയിട്ടാണ് ഉണ്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം ചെയ്യാതെ കൊണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഓടുക, നടക്കുക, ഇതൊക്കെ ചെയ്യണം. അപ്പാടെ ഇരിക്കറി നമ്മൾ. ഇപ്പം എല്ലാവരും മൊബൈൽ എല്ലാം നോക്കിയിട്ട് നിൽക്കുന്ന കാലമല്ലേ. അപ്പോൾ നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കണ്ണിനുള്ള ഒരു എക്സസൈസ് തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യുക അല്ലേ. ആദ്യം നമുക്ക് ഇതേപോലെ കൈകൾ വെക്കുക. എന്നിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രം മേലോട്ടേക്ക് ആക്കുക. എന്നുവെച്ചാൽ ഇപ്പം മൊബൈൽ ലാപ്പെല്ലാം നോക്കുന്നവർക്ക് കണ്ണിനെല്ലാം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നോക്കുക. ശ്വാസം എടുത്തിട്ട് വേണം മേലോട്ട് വെക്കുക. താഴോട്ടേക്കും നോക്കുക. മേലോട്ട് താഴോട്ട്. അത് 3 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇങ്ങനെ വലത്തോട്ടേക്ക് നോക്കുക, ഇടത്തോട്ടേക്ക് നോക്കുക. എല്ലാം ശ്വാസത്തിൽ ചെയ്യണം. വലത്തോട്ടേക്ക് എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക, ഇടത്തോട്ടിടും ശ്വാസം വിടുക. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കൃഷ്ണമണികൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത് വലത്തോട്ടും ചെയ്യണം, ഇടത്തോട്ടും ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണിങ്ങനെ ചിമ്മിക്കൊടുക്കുക. കണ്ണ് ചിമ്മിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇടത്തോട്ടും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ മുറുക്കി അടക്കണം. ഇങ്ങനെ നല്ലോണം തുറന്ന് പിടിക്കണം. മുറുക്കി അടക്കണം, ഇങ്ങനെ നല്ലോണം തുറന്ന് പിടിക്കണം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് കൈ നല്ലോണം ചൂടാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ വയറ് പോകാനുള്ള ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിങ്ങനെ നീട്ടി വെക്കണം. അത് കുറേ ഉണ്ട് പറയേ. ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അത് കുറേ ആയിട്ട് അതെന്തിട്ട് അപ്ലോഡ് ആകുന്നില്ല. അത് ഇതേപോലെ നീട്ടി വെച്ചിട്ട് നടുവിനെല്ലാം വിഷമമുള്ള കൂട്ടറൊന്നും ഇത് ചെയ്യണ്ട. നമ്മളെ കാല് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി പിടിക്കണം. എന്നിട്ട് കാലിങ്ങനെ തൊടണം. അത് തൊടാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത്ര ഇങ്ങനെ തൊട്ടാൽ മതി. നടുവിനങ്ങനെ ഇത് ബലം കൊടുത്ത രീതിയിലും നമ്മൾ ചെയ്യണ്ട. പറ്റുന്ന കൂട്ടർ മാത്രം ചെയ്യുക. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാലിങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത്. ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി വലത് കാലും നമുക്ക് അതേപോലെ പിടിക്കുക. തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊടുക. അല്ലെങ്കിൽ ഇതേപോലെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കും. അതേപോലെ ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 കൈയും ഇതേപോലെ 2 കാലിങ്ങനെ വെക്കുക. എന്നിട്ട് തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊടുക. ഇതൊരു എക്സസൈസാണ്.
പിന്നെ വയറ് പോകാനുള്ള ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ കിടക്കുക, ഇതേപോലെ കിടന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കാല് പൊന്തിക്കുക, കാല് പൊന്തിച്ചിട്ട് കാല് മടക്കുക, കാല് മടക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് ആ നെക്ക് എന്ത് ചെയ്യണോ, കാണുന്നില്ല അല്ലേ, ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ആ നെക്ക് നമുക്ക് ഇതിനോട് മുട്ടിക്കുന്നു. എന്നിട്ട് കാലിങ്ങനെ നേരെ വെക്കുക, ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക. പിന്നെ അതേപോലെ ഇടത് കാലും എടുക്കുക, ഇടത് കാലും എടുക്കുക, ഇതേപോലെ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കുക, എന്നിട്ട് ഇതേപോലെ നെറ്റ് മുട്ടിക്കുക. നല്ല താത്ത് വെക്കുക, കാലും മേലോട്ടേക്ക് വെക്കുക, താഴോട്ടേക്ക് ആക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ 2 കാലും പൊക്കുക, ഇത് മടക്കുക, എന്നിട്ട് ഇതേപോലെ പിടിക്കുക, ഇത് ഇതേപോലെ വെക്കുക, ഇതൊന്നിങ്ങനെ ആടിക്കൊടുക്കുക. അത് പുറത്തിന് നല്ലൊരു എക്സസൈസാണ്. പിന്നെ ഇങ്ങനെ സൈഡിലേക്കും ഇതേപോലെ ആടിക്കൊടുക്കുക നമ്മൾ. എന്നിട്ട് നമ്മൾ കാലിങ്ങനെ മേലോട്ടേക്ക് വെക്കുക, സാവധാനം താക്കണം നമ്മൾ. ഇത് വയറിന് നല്ലൊരു എക്സസൈസാണ്, വയറ് കുറക്കാൻ നല്ലൊരു എക്സസൈസാണ്. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ വെക്കണം, എന്നിട്ട് തലയും മുതിക്കണം, കാലും മുതിക്കണം, എല്ലാം ഒരേ ലെവലിലായിരിക്കണം. ഇതും നല്ലൊരു എക്സസൈസാണ് വയറിന്. ഒരു സാവധാനം താഴ്ത്തി കൊടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് വിഷമം തോന്നുന്നത്ര നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് വലുതോട് തിരിച്ച് എണീറ്റ് കൊടുക്കാം. പിന്നെ കൈക്കുള്ള എക്സസൈസ് ഉണ്ട്. കൈ ഇതേപോലെ മുഷ്ടി ഉരുട്ടണം. കൈക്ക് നമുക്കിതിൽ വേദന വരുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡും തിരിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ മാടി പിടിക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മളെ നല്ല വിടർത്തി പിടിക്കുക കൈ, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ തിരിച്ചു. അതൊരു 3 പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ചെയ്യുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.